بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖം സന്തോഷം എന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അത്തരത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 180. ഇൻഫിത്താർ സൂറത്തിൽ നിന്നുള്ള 12ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇതിലെടുക്കുന്നത്. 12ാമത്തെ സൂറത്ത് മുതൽ 19 വരെ ആ 19 ആയത്തുകളാണ് ഈ സൂറത്തിലാകെ ഉള്ളത്. അപ്പൊ 12ാമത്തെ ആയത്ത് യഅലമൂന മാ തഫ്അലൂൻ. നമ്മള് കിറാമൻ കാത്തിബീൻ എന്ന് പറഞ്ഞ് എഴുത്തുകാരായ മാന്യന്മാരായ മലക്കുകൾ, നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കും. അവർ മാന്യന്മാരാണ്. നിങ്ങളുടെ പ്രവർത്തനവും വാക്കുകളും ഒക്കെ എഴുതി വെക്കും എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് യഅലമൂന മാ തഫ്അലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണെന്ന് അവർക്കറിയാം. അല്ലാഹു അവരെ അതിനായിട്ട് നിശ്ചയിച്ചതാണ്. അതിന്റെ പേരിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾ ചെയ്യുന്ന നന്മയും തിന്മയും എല്ലാം അവർക്കറിയാം. അതനുസരിച്ച് അവർ എഴുതി റെക്കോർഡാക്കി വെക്കും. നമ്മളുടെ കർമ്മരേഖയിൽ നമ്മളുടെ കർമ്മരേഖ ഉണ്ടാവുന്ന ഒരു കിതാബ് കർമ്മരേഖ എന്ന് പറയാം. നമ്മൾ ചെയ്ത സർവത്ര കാര്യങ്ങളും ഒരു മനുഷ്യൻ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു, ജനിച്ചിടം മുതൽ മരണം വരെ എന്തൊക്കെ ചെയ്തു, ഏറ്റവും കുറഞ്ഞത് അവൻ പ്രായപൂർത്തി ആയതിന് ശേഷം മുതൽ മരണം വരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങളെല്ലാം എഴുതി റെക്കോർഡാക്കി വെക്കും ഈ മലക്കുകൾ. എന്നിട്ട് ഇത് ആഖിറത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും. ആഖിറത്തിൽ ഇത് അവർക്ക് നൽകിക്കഴിഞ്ഞ് അവരെ വിചാരണ ചെയ്യും. ഈ കർമ്മരേഖ വഴിയായിട്ടാണ് വിചാരണ നടക്കുന്നത്. വിചാരണയിൽ എന്തുണ്ടാവുന്നത്? അനുയോജ്യമായ പ്രതിഫലം അവിടെ വെച്ച് ലഭിക്കും. തിന്മയാണെങ്കിൽ തിന്മ, നന്മയാണെങ്കിൽ അള്ളാഹുവിന്റെ ആ ജന്നാത്തുൽ ഫിർദൗസിൽ സ്വർഗീയ നിഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവും. അള്ളാഹു നമ്മളെ അത്തരത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ യഅലമൂന മാ തഫ്അലൂൻ, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് ചെയ്യുമ്പോൾ തന്നെ അത് റെഡിയായിട്ട് ഇവിടെ റെക്കോർഡാക്കി വെക്കും. അതാണ് 12ാമത്തെ ആയത്തിൽ പറഞ്ഞത്. 13ാമത്തെ ആയത്തിൽ മനുഷ്യര് ഇനി 2 വിധം ആളുകൾ, നല്ലവരും മോശമായ ആളുകളും, സാലിഹീങ്ങളും ഫുജ്ജാറും, അബ്റാറും ഫുജ്ജാറും, ഇങ്ങനെ 2 തരം ആളുകളായി രൂപാന്തരപ്പെടും മഹ്ശറിൽ, ആഖിറത്തിൽ. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു വിവരിക്കുന്നത്. 13ാമത്തെ ആയത്ത് ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. അബ്റാർ എന്ന് പറഞ്ഞാൽ പുണ്യവാളന്മാർ, സാലിഹീങ്ങളും മുത്തഖീങ്ങളും എന്നൊക്കെ പറയാം. സജ്ജനങ്ങളായ ആളുകൾ അവര് അന്നേ ദിവസം ലഫീ നഈം വളരെയധികം അള്ളാഹു നൽകിയ അനുഗ്രഹത്തിലായിരിക്കും. അള്ളാഹു നൽകിയ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഏതാ? സ്വർഗം തന്നെ. അള്ളാഹു സ്വർഗീയ നിഅമത്തുകൾ അവർക്ക് നൽകും. ഇന്നൽ അബ്റാറ ലഫീ നഈം ഇന്നൽ മുഅ്മിനീന അല്ലദീന തഖവ റബ്ബഹും ഫിദ്ദുനിയ. ദുനിയാവിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ജീവിച്ച മുഅ്മിനീങ്ങൾ, സജ്ജനങ്ങൾ, അവര് വളരെ ലഫീ ബഹജത്തിൻ വസുറൂർ, വളരെ ആനന്ദത്തിലും വളരെ സന്തോഷത്തിലുമായിരിക്കും. വഹും മുഖല്ലദൂന ഫിൽ ജന്ന,
അവര് പരലോകത്ത് സ്വർഗത്തിൽ ശാശ്വതമായി ജീവിക്കുന്നവരുമായിരിക്കും. അത് മോമിനികളെ സംബന്ധിച്ച് പറയുന്ന അതാണ്. അബ്രാറിനെ സംബന്ധിച്ച് അബ്രാറ്, സാലിഹ്യങ്ങള്, മുത്തഖീങ്ങള്, മോമിനിങ്ങള്, ഇങ്ങനെയുള്ള എല്ലാ പേരുകളും പറയാം. പുണ്യവാളന്മാർ എന്ന് പറയാം നമുക്ക് അബ്റാറിന് മലയാളം. സാലിഹ്യങ്ങള്, സജ്ജനങ്ങള്, മുത്തഖീങ്ങള്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ ഒക്കെ ഒരേ അർത്ഥം തന്നെയാണ്. അപ്പോ ഇന്നൽ അബ്റാറ ലഫീ നഈം, തീർച്ചയായും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച മോമിനീങ്ങളായ ആളുകള് അവർ ലഫീ നഈം, വളരെയധികം നിഅമത്തുകളിലായിരിക്കും അവര്. എന്ന് പറഞ്ഞാൽ ബഹജത്തുൽ മസ്റൂർ, വളരെ ആനന്ദത്തിലും സന്തോഷത്തിലുമായിരിക്കും. മുഖല്ലദൂന ഫിൽ ജന്ന, എല്ലാ കാലവും കലാകാലം അവര് സ്വർഗത്തിൽ ശാശ്വതമായി ജീവിക്കുന്നവരുമായിരിക്കും. ഇനി മറ്റേ വകുപ്പ്, മറ്റേ വിഭാഗം ആളുകള് അവര് ഫുജ്ജാറാണ്. ഫുജ്ജാറ്, ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. ഫുജ്ജാർ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച കുറ്റവാളികൾ, തെമ്മാടികൾ എന്നൊക്കെ പറയാം. അവര് നരകത്തിലാവും. ലഫീ ജഹീം. ഇന്നൽ കഫറത്തൽ ഫുജ്ജാർ അല്ലദീന അസൗ റബ്ബഹും, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച വ്യക്തികൾ, അവര് വിശ്വാസികളായിരിക്കില്ല. അവിശ്വാസികളായിട്ട് അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച അവിശ്വാസികൾ, അവർക്ക് നരകമായിരിക്കും. അള്ളാഹു കാക്കട്ടെ. നമ്മളെ അള്ളാഹു രക്ഷിക്കട്ടെ അതിൽ നിന്നെല്ലാം, നരകാഗ്നിയിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലദീന അസൗ റബ്ബഹും ഫിദ്ദുനിയ, ദുനിയാവിൽ അള്ളാഹുവിനെ ധിക്കരിച്ചവർ ജീവിച്ചു. അവര് ലഫീ നാരിൻ മുഹരിഖത്തിൻ വഅദാബിൻ ദായിമിൻ മുഖീമിൻ ഫീ ദാരിൽ ജഹീം. വളരെ എന്നുമെന്നും അവർ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നർത്ഥം. 15-ാമത്തെ ആയത്ത് യസ്റൗനഹാ യൗമദ്ദീൻ, ആ നരകത്തിൽ കിടന്ന് അവർ എരിഞ്ഞുകൊള്ളും. എരിയും എന്ന് പറഞ്ഞാൽ കത്തിയെരിയും. യൗമദ്ദീൻ, ഈ പ്രതിഫല നടപടിയുടെ ദിവസത്തിൽ, ഖിയാമത്ത് നാളിൽ ഖൈറും ഷർറും ഏതാണോ മനുഷ്യൻ ചെയ്തതെങ്കിൽ അതിന് തക്കതായ പ്രതിഫലം അല്ലാഹു നൽകുന്ന ആ ദിവസം ഏതാ? മഹ്ശറിൽ. അത് യൗമുൽ ഹിസാബ്, യൗമുൽ ജസാ എന്നൊക്കെ പേര് പറയുന്ന ആ ദിവസമാണ്. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫല നടപടികൾ, മനുഷ്യൻ ചെയ്ത നന്മ തിന്മകളെ വിചാരണ ചെയ്ത് പ്രതിഫലം നൽകപ്പെടുന്ന ആ ദിവസം, അതാണ് യൗമുദ്ദീൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അവര് അതിൽ നരകത്തിൽ കടക്കും. എന്നിട്ടോ അവർക്കുള്ള പ്രതിഫലം നരകമായിരിക്കും. ഈ നരകത്തെ അവര് ദുന്യാവിൽ അവരുടെ ജീവിതത്തിൽ തള്ളിപ്പറഞ്ഞതാണ്. ഇങ്ങനെ നരകാഗ്നിയാല് വേറുള്ള ശിക്ഷാ നടപടികളോ അല്ലെങ്കിൽ വിചാരണയോ ഇതൊന്നും ഈവൻ പുനർജന്മം പോലും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിപ്പറഞ്ഞ ആളുകളാണ് അവർ. ഈ സമയത്ത് ഇത് അനുഭവപ്പെടുക അവർക്ക്. അപ്പൊ എന്നിട്ടോ നരകത്തിൽ പ്രവേശിച്ച് അതിൽ അവര് കത്തി അമരുകയാണ്. ഈ കഫറത്തിയ വിശ്വാസികള്, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച് ദുന്യാവിൽ നിന്നും മരിച്ചുപോയ വ്യക്തികള്, അവരെ ഈ നരകത്തിൽ കത്തിയെരിയും. യൗമദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസത്തിൽ അവിടുന്ന് അങ്ങോട്ടും. 16-ാമത്തെ ആയത്. യൗമുദ്ദീൻ എന്താണെന്ന് നിനക്കറിയാമോ? നിനക്ക് എന്തറിയാം? റസൂലിനോട് അന്ന് ചോദിക്കുക, നിനക്ക് എന്തറിയാം? പ്രതിഫല നടപടിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അത് ഈ ദിവസത്തെ ഒന്ന്
പിന്നെ താലീമ് ചെയ്യലാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. വലിയ ദിവസം തന്നെയാണത് എന്ന് പറയലാണ് ഉദ്ദേശം. അതിന്റെ ഭീകരതയും എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചോദ്യചിഹ്ന രൂപത്തിൽ പറഞ്ഞത്. മാതറാക്കമായ മാതറാക്കമൽക്കാരിയ ഇങ്ങനെ ഖുർആനിൽ പല സ്ഥലത്തുണ്ട്. മാതറാക്കമായ അങ്ങനെ പല സൂറത്തുകളിലും ഉണ്ടത്. അപ്പൊ മാ അയലമൊക്കെ മാവുക യൗമുദ്ദീൻ, നിനക്ക് എന്തറിയാം യൗമുദ്ദീൻ എന്താണെന്ന്? അതിന്റെ ഭീകരതയും മറ്റും കണക്കിലെടുത്ത് നോക്കുമ്പോൾ ആ ദിവസത്തെ പറ്റി നിനക്ക് എന്തറിയാം എന്നാണ് ചോദിക്കുന്നത്. വലിയൊരു ദിവസം തന്നെയാണ്. പിന്നെ ഈ ആയത്ത് ഒന്നും കൂടി മടക്കി പറയാം. സുമ്മ മാതൃകമായ വീണ്ടും അള്ളാഹു മടക്കി പറഞ്ഞു, ഇത് വലിയ ഭീകരമായ ദിവസമാണ്, വളരെ കാര്യങ്ങളൊക്കെ വളരെ ശുദ്ധത്തുള്ള ദിവസമാണ് എന്നൊക്കെ അള്ളാഹു എടുത്ത് പറയാം. പിന്നെ യൗമൽ അതിന്റെ ആ ദിവസത്തിലുള്ള ഭീകര സംഭവങ്ങളുടെ കാഠിന്യം എടുത്തു നോക്കുകയാണെങ്കിൽ അത് കണക്കാക്കാൻ ഒരാൾക്കും കഴിയില്ല. അതിന്റെ ബുദ്ധിമുട്ടുകളും എത്രയാണെന്ന് അറിയുകയല്ലാതെ വേറെ അത് കണക്കാക്കി പറയാൻ ആർക്കും സാധ്യമല്ല. അത് മനസ്സിലാക്കി കൊടുക്കുവാനും കഴിയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അതിന്റെ ആ ഭീകരത എത്ര കണ്ടുണ്ട് എന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്നർത്ഥം. പിന്നെ യൗമ ഈ ദിവസം എന്ന് പറഞ്ഞാൽ യൗമല തംലികു നഫ്സുൻ, ഒരു നഫ്സും അധീനപ്പെടുത്തുകയില്ല നഫ്സൻ മറ്റൊരു നഫ്സിന് ഷൈഅൻ ഒരു കാര്യവും ഒരു നഫ്സും ഒരാൾക്കും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്ന ദിവസമാണോ? ഇല്ല. നമ്മൾ മുമ്പേ ഒരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ അബീഹി വ ഉമ്മിഹി വ സാഹിബതിഹി വ ബനീഹി. മനുഷ്യൻ അന്നേ ദിവസം മനുഷ്യൻ അവന്റെ ഉമ്മയെ സഹോദരനെ കണ്ടില്ല എന്ന് അഭിനയിച്ചു തിരിഞ്ഞു പോകും, ഓടിപ്പോവാന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നാലും സഹോദരന് മാത്രമാണോ? സഹോദരനുമായിട്ട് കണക്കുള്ളത് ഇവരൊക്കെ ഇവിടെ ദുന്യാവിലും അങ്ങനെ ചെയ്യും. പക്ഷെ ഉമ്മാടും മാപ്പാടും കണക്കുണ്ടായാൽ ഒരിക്കലും ഉമ്മാനും മാപ്പാനും ഇടക്ക് വെച്ചിട്ടൊന്ന് കാണുമ്പോൾ എന്തെങ്കിലും ഒരു നോട്ടമെങ്കിലും ഉണ്ടാവും. അതുമില്ല, ഇവിടെ ഓടിപ്പോവാണ്. ഉമ്മാനും മാപ്പാനും കണ്ടാൽ, പേരൻസിനെ മാതാപിതാക്കളെ കണ്ടാലും അവിടെ ഗവനിക്കില്ല, ഓടിപ്പോവുക. പിന്നെ സാഹിബത്തി ബനി, എങ്ങനെല്ലാം പോറ്റി വളർത്തിയ മക്കള്, വളരെ സന്തോഷത്തിൽ ജീവിച്ച ഭാര്യ, ഇവരൊന്നും കണ്ട പാവം നടിക്കില്ല, അവർ ഓടിപ്പോവുക. കാരണം എല്ലാവർക്കും വളരെയധികം വിഷമം പിടിച്ച ദിവസമാണ്. എടുക്കാനും പുതക്കാനും ഉടുക്കാനും പുതക്കാനും ഉണ്ട്. അത്ര അധികം ഭീകരത എന്ന് പറയില്ല നമ്മൾ. ധാരാളം ഓരോരുത്തർക്കും പ്രയാസമുള്ള കാര്യങ്ങൾ ധാരാളം ഉള്ള ദിവസമാണ്. അതിൻ്റെ പേരിൽ ആരും ആരെയും ഗൗനിക്കില്ല. ആരും ആരെയും ഗൗനിക്കില്ല എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഗൗനിക്കേണ്ടപ്പെടേണ്ട ആളുകൾ? സഹോദരൻ, അത് കഴിഞ്ഞ് മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ. ഇവരെ അല്ലാതെ ഇവരൊക്കെ കണ്ടില്ല എന്നൊന്നും അടിച്ചിട്ട് ഓടിപ്പോകുന്ന ദിവസം, അങ്ങനെ ഒരു ദിവസമാണ് പറഞ്ഞത്. അതേപോലെ യൗമല തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ, ആ ദിവസത്തെ സംബന്ധിച്ച് ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത്, ഇൻഫിത്താർ സൂറത്തിന്റെ 18-ാമത്തെ ആയത്തിൽ പറയുന്നത്
ഒരു നഫ്സും മറ്റൊരു നഫ്സിന് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റാത്ത ദിവസം. വല്ലം യൗമഇദില്ല, അന്നേ ദിവസം കാര്യങ്ങളുടെ നിയന്ത്രണമൊക്കെ അള്ളാഹുവിന്റെ കൈക്കാണ്. വേറൊരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ നിയന്ത്രണവും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൈക്കാണ്. വല്ലം യൗമഇദില്ല. ഇങ്ങനെ 19 ആയത്തുകളാണ് ഇൻഫിത്താർ സൂറത്തിലുള്ളത്. 19 സൂറത്തും ആയത്തും കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത സൂറത്ത് നമ്മൾ ഉടനെ തന്നെ എടുക്കും. വല്ലംറു യൗമഇദില്ല എന്ന് പറഞ്ഞാൽ വല്ലംറു ഫീ ദാലിക്കൽ യൗം ലില്ലാഹി വഹദ, കാര്യങ്ങളെല്ലാം നിയന്ത്രണം അല്ലാഹുവിന്റെ കൈക്കാകുന്നു. അതില് അന്ന് യാതൊരാൾക്കും ഒരു കാര്യത്തിലും ഇടപെടാൻ കഴിയില്ല. ഖലീഫ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് രാജാവാണ്. റസൂലിന്റെ ശേഷമുള്ള അമവി അബ്ബാസി ഭരണകാലം ഉണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു രാജാവാണ് സുലൈമാൻ എന്ന് പറഞ്ഞത്. സുലൈമാൻ നബി അല്ല, നമ്മുടെ സുലൈമാൻ നബി അല്ല. ഇത് അമവി അബ്ബാസി ഭരണകാലം നബിയുടെ കാലത്തിന് ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം. അപ്പൊ അങ്ങനെ ഇസ്ലാമിലുള്ള ഒരു ഖലീഫയാണ് സുലൈമാൻ അബ്ദുൽ മലിക്. അദ്ദേഹം അബൂ ഹാസിം അൽ മുസനി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഖിയാമത്ത് നാളിൽ നമ്മുടെ സ്ഥിതി എന്താവും? അതിനെ മസീറുനായ യൗമുൽ ഖിയാമ, നമ്മൾക്ക് വമാലന എന്തല്ല, നമ്മൾക്ക് എന്താണ് അള്ളാഹിന്റെ അടുക്കൽ ഉണ്ടാവുക എന്ന് അദ്ദേഹം ചോദിച്ചപ്പോ അബൂ ഹാസിം അൽ മുസനി പറഞ്ഞത്, ആയിരത്തി അമരക്കാല കിതാബില്ല, നിന്റെ പ്രവർത്തനമൊക്കെ അള്ളാഹുവിന്റെ ഖുർആനിൽ നീ അത് പ്രകടമാക്കുക. ആയതിൽ എന്ന് പറഞ്ഞാൽ നീ അതിനെ പ്രത്യക്ഷപ്പെടുത്തുക. നിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഖുർആനുമായിട്ട് ബന്ധപ്പെടുത്തും. എന്നിട്ട് എങ്ങനെയാണെന്ന് നിനക്ക് പറയാം. അപ്പൊ നിനക്ക് മനസ്സിലാവും മാലക്ക എന്തല്ല, നിനക്ക് എന്താണ് അള്ളാഹുവിന്റെ പക്കലുള്ളത്. അപ്പൊ കാല ഇബ്നു വഖാല, സുലൈമാൻ എന്ന ആ രാജാവ് ചോദിക്കുകയാണ്, അജിദു ദാലിക ഫീ അയിന അജിദു ദാലിക, ഖുർആനിൽ എവിടെയാണ് അതുള്ളത്? ഈ കിതാബിൽ, അള്ളാഹിന്റെ ഖുർആനിൽ അത് എവിടെയാണ് എനിക്ക് കാണാൻ സാധിക്കുക എന്ന്. അപ്പൊ ഖാല ഇൻദ ഖൗലിഹി തആല ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. ഇതാണ് മുസ്ലിം റളിയല്ലാഹു അൻഹു സുലൈമാൻ രാജാവിനോട് പറഞ്ഞത്, അല്ലെങ്കിൽ ഖലീഫയോട് പറഞ്ഞത്. എന്താ വലിയ തത്വങ്ങളുള്ള ഒരു 2 ആയത്താണത്. ഇന്നൽ അബ്റാറ ലഫീ നഈം, മുഅ്മിനീങ്ങള്, മുത്തഖീങ്ങള്, സാലിഹീങ്ങള്, അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ നിയമത്ത് ആസ്വദിച്ച് ജീവിക്കുകയാണ്. കലാകാലം സ്വർഗത്തിൽ ജീവിക്കുക. വൽ ഫുജ്ജാറ ലഫീ ജഹീം, തമ്മാടികള്, കുറ്റവാളികള് അവരെവിടെയായിരിക്കും? അവര് ജഹീമിലാവും. യസ്ലൗനഹ യൗമദ്ദീൻ, അന്നേ ദിവസം അവര് നരകത്തിൽ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ 2 ദിവസം 4 ദിവസമല്ല, അവര് അതിൽ കാലാകാലം അവരും അവിടെ ജീവിക്കുക, ജീവിതമല്ല. അപ്പൊ ഈ 2 ആയത്താണ് അദ്ദേഹം സുലൈമാൻ രാജാവിനോട് പറഞ്ഞത്. ഖലീഫ സുലൈമാനോട് പറഞ്ഞത് ഈ 2 ആയത്തുകളാണ്. ഈ 2 ആയത്തിൽ നിന്ന് നിനക്ക് എല്ലാവിധ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളൊരു തത്വം ഇവിടെ ഇങ്ങനെ ഒരു
കാര്യം തഫ്സീർ പറഞ്ഞത് ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞെന്ന് മാത്രം. അപ്പോ ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. അബ്റാറ് മുത്തഖീങ്ങൾക്കുള്ള സുഖസൗകര്യങ്ങൾ, സ്വർഗത്തിലുള്ള സുഖസൗകര്യങ്ങൾ അത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നു. മറ്റൊരു വളരെ വിഷമഘട്ടത്തിൽ നരകത്തിൽ കത്തിയിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നരകത്തിൽ തൊട്ട്. സ്വർഗം അള്ളാഹു നമുക്കും നമ്മളുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും മാതാപിതാക്കൾക്കും നമ്മുടെ ഉസ്താദുമാർക്കും കുടുംബാദികൾക്കും എല്ലാം അള്ളാഹു സ്വർഗ ജീവിതം പ്രദാനം ചെയ്യട്ടെ, നരകത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്ത സൂറത്ത് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.